ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ വലിയ അത്യാവശ്യമാണ്. ആദ്യം ഓഫ് കോഴ്സ് ലാറ്റിൻ കാത്തലിക് ദിന 2024 എല്ലാ ആശംസ നിങ്ങളെല്ലാവരെയും അർപ്പിക്കുന്നു. ഈ ജനജാഗര സമ്മേളനവും നമ്മുടെ KLCCൻ്റെ നേതൃത്വ ലീഡർഷിപ്പ് മീറ്റ്, എന്താ പറയുക, നമ്മൾ നേതൃത്വ സംഗമം, അതിൻ്റെ ഈ അവസരത്തിൽ എന്നെ ക്ഷണിച്ച് ഞാൻ നന്ദി പറയുന്നു. ഒരു ദിവസത്തിന് വേണ്ടി വന്നാണ് പ്രധാനത നിങ്ങളുടെ കാര്യം തന്നെയാണ്. ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഒരു ചടങ്ങ് കൂടി പങ്കെടുത്തിട്ട് നേരിട്ട് എയർപോർട്ടിൽ കാണുന്ന ആളെ വീണ്ടും പാർലമെൻറ്റാണ്. പക്ഷെ പാർലമെൻറ്റ് അഭിമാനത്തോടെ പറയുന്നു, ഇന്ന് കേട്ട എല്ലാ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ശബ്ദം ഡൽഹിയിൽ കേൾപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. 15 വർഷമായിട്ട് നിങ്ങൾ ഓരോരോ ആവശ്യത്തിന് വേണ്ടി പാർലമെൻറ്റ് സംസാരിച്ച്, നമ്മുടെ സർക്കാർമാരോട് കണ്ട് സംസാരിച്ച്, മന്ത്രിമാരോട് ആവശ്യപ്പെട്ടിട്ട്, എന്നിട്ടും ഈ കാര്യങ്ങൾ ഒരു പരിഹാരത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. നമ്മളെല്ലാവരും ദുഃഖം തന്നെയാണ്. ഈ കാലത്ത് പ്രത്യേകിച്ച് നമ്മളുടെ പരിസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാരണമായിട്ട് നിങ്ങൾക്ക് ഓരോരോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്, നമ്മളുടെ തീരദേശത്തിൻ്റെ കടലിൻ്റെ മക്കൾ അനുഭവിക്കുന്ന ഓരോരോ കഷ്ടകാലങ്ങളെക്കുറിച്ച് ഞാൻ പാർലമെൻറ്റിൽ വീണ്ടും സംസാരിച്ചിട്ട് ഈ ആഴ്ച അടക്കം. നമ്മൾക്കറിയാം കടൽ ആക്രമണത്തിൻ്റെ കാരണം എത്ര ഭൂമി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, എത്ര ആൾക്കാർ വീടും അവരുടെ ജീവിതമാർഗവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പ്രധാനമന്ത്രിക്കും കൂടി എഴുതി പറഞ്ഞു, നമ്മുടെ നാടിനൊരു അടി ഭൂമി ഒരു വിദേശ രാജ്യം, ഒരു ചൈന വന്നിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളതൊരു വലിയൊരു ദേശീയ വിഷയമുണ്ടാക്കും. പക്ഷെ എൻ്റെ സ്വന്തം മണ്ഡലത്തിൽ കടലാക്രമണത്തിൻ്റെ കാരണം 64 സ്ക്വയർ കിലോമീറ്റർ നഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ കാലത്തിൽ. അതിനെക്കുറിച്ച് ആർക്കും ഒന്നും ചെയ്യാൻ തയ്യാറാവാത്തത് ക്ഷമിക്കാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞു, സംസ്ഥാന സർക്കാരിനോട് നമ്മൾ ചോദിച്ചാലും കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചാലും പരസ്പരം വിരൽ ചൂണ്ടിക്കാണിക്കലാണ്. കേന്ദ്ര സർക്കാർ പറയുന്നത് സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമാണ്, ആവശ്യമുള്ള പണം അവർക്കുണ്ട്. സംസ്ഥാന സർക്കാർ പറയുന്നു അവർക്കില്ല. സത്യം പറയുകയാണെങ്കിൽ, നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു സംശയവുമില്ല, നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ ഈ സംസ്ഥാനത്തിന് ആവശ്യമുള്ള എല്ലാ കടൽ ഭിത്തിയും പുളിമുട്ടിനും ഉള്ള ബഡ്ജറ്റിന് കാശില്ല. അതിനുള്ള സഹായം കേന്ദ്രം കൊടുക്കണം, പക്ഷെ കേന്ദ്രം കൊടുക്കാൻ തയ്യാറല്ല. ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾക്ക് ഇതിനു വേണ്ടി സംസാരിക്കണം. ഞാൻ നമ്മുടെ തിരുമേനി തോമസ് നെറ്റോയിനെയും വികാരി ജനറൽ യൂജിൻ പെരേരയും കണ്ട് ഓരോരോ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഈ പാർലമെൻറ്റ് ആരംഭിക്കുന്ന മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ ഒരേ ഒറ്റക്കെട്ട്, ഒരേ ശബ്ദത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു തീരുമാനമെടുത്തു. അതിൽ ഈ തീരദേശത്തെ സംരക്ഷിക്കാൻ ഒരു വലിയ ആവശ്യമാണ്. വേറെ ഒന്ന്, നമ്മളുടെ മണ്ണെണ്ണ പ്രശ്നം ഞാൻ പാർലമെൻറ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞു. മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മറുപടി. എനിക്ക് നമ്മളുടെ ഒരു മലയാളി മന്ത്രിയിൽ നിന്ന് കിട്ടിയ മറുപടി ഞാൻ ഒരിക്കലും സ്വീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് ഇവിടെ മണ്ണെണ്ണ ഉപയോഗിക്കുന്നത് കൂടുതലാണ് കേരളത്തിൽ. താങ്ക് യു. അതുകൊണ്ട് ഉറപ്പമായിട്ട് നമുക്ക് ഈ ബോട്ടുകളൊക്കെ വേറെ വല്ല മാർഗം ഉപയോഗിച്ചിട്ട് നമ്മളുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക. അതാണ് നമ്മളുടെ പെട്രോളിയം മന്ത്രിയായിരുന്ന ഒരു മലയാളി എനിക്കൊരു എഴുത്തെഴുതിയത്. ഞാൻ പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഞാൻ ഉടനെ മറുപടി എഴുതി പറഞ്ഞു, ഇത് സാധിക്കില്ല. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മത്സ്യത്തൊഴിലാളികളുടെ എൻജിൻ മാറ്റാനും പുതിയ ഹൈബ്രിഡ് എൻജിൻ കൊണ്ടുവരാനോ വേറെ വല്ല കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ അതിന് നിങ്ങൾ സബ്സിഡി കൊടുക്കൂ, നിങ്ങൾ എൻജിൻ കൊടുക്കൂ, നിങ്ങൾ പുതിയ ബോട്ടുകൾ കൊടുക്കൂ. ഇപ്പോൾ ഉള്ള മണ്ണെണ്ണയിൽ നടക്കുന്ന ബോട്ടുകൾ ഓട്ടിക്കുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ എന്താ ചെയ്യുക മണ്ണെണ്ണ ഇല്ലാതെ? അതിനെതിരെ ഒരു മറുപടിയില്ല. നമുക്കറിയാം കേന്ദ്ര സർക്കാർ എടുത്ത ചില തീരുമാനത്തിൻ്റെ കാരണം നമ്മുടെ അതിരൂപതയ്ക്കും കേരളത്തിൻ്റെ ലാറ്റിൻ സമുദായത്തിൻ്റെ ഓരോരോ സ്ഥാപനത്തിനും ആവശ്യമുള്ള FCRA ക്ലിയറൻസ് പിൻവലിച്ചിട്ട് അവരെ പ്രവർത്തനം ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിന് ഞാൻ ഇടപെട്ടിട്ടുണ്ട്, ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇവർക്ക് പതിനാണ്ടായിട്ട് അവർക്ക് ഈ ക്ലിയറൻസ് ഉണ്ടോയെന്ന് മാത്രമല്ല, ഇവർ ഈ പണം ചെലവാക്കുന്നത് സുഖിക്കാനല്ല, സാധാരണ പാവപ്പെട്ടക്കാരെ സഹായിക്കാനാണ്. അതിനും നമ്മൾക്ക് ഇപ്പോഴും ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. വിഴിഞ്ഞം കേസിൽ
തുറമുഖം കേസിൽ 144 കേസ് ഇപ്പോഴും പെൻഡിങ് ആണെന്ന് കേട്ടപ്പോൾ എനിക്ക് ദുഃഖമേ ഉള്ളൂ. ആ അറസ്റ്റിൻ്റെ വാർത്ത വന്ന ദിനം ഞാൻ ആ ഒരേ ദിനം മാധ്യമക്കാർ വഴിക്കും സാമൂഹ്യ മാധ്യമ വഴിക്കും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, ഈ അറസ്റ്റ് ഈ FIR ഉടനെ പിൻവലിക്കണം, ഇത് ശരിയല്ല, ഇത് ജനങ്ങൾക്ക് അവകാശമുള്ള ഒരു പ്രതിഷേധമാണ്, അവർക്ക് അവരുടെ ദുഃഖവും അവരുടെ വിഷമവും അറിയിക്കാനുള്ള ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ എതിരെ FIR ഒരിക്കലും അടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വികസനം നമ്മളെല്ലാവർക്കും വേണം. വികസനം ആർക്ക് വേണ്ടിയിട്ടാണ്? ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? അപ്പോൾ ജനങ്ങൾക്ക് വികസനത്തിൻ്റെ പേരിൽ ചില അന്യായങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് പ്രതിഷേധം ചെയ്യാൻ പൂർണ്ണ അവകാശമുണ്ട്. അതിനാവശ്യമുള്ള എല്ലാ നടപടികളും എടുക്കണമെന്ന് പറഞ്ഞു. ഈ കാര്യത്തിലും എൻ്റെ 100% പിന്തുണ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. ബാക്കി എല്ലാ വിഷയങ്ങൾ, നമ്മുടെ സംസ്ഥാനം നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും നമ്മൾക്ക് ചില വിഷമമുണ്ട്. ഈ വാർഡ് ഡീലിമിറ്റേഷൻ്റെ പേരിൽ നമ്മുടെ തീരദേശത്തിൻ്റെ മക്കൾക്ക് അവർക്ക് ഉള്ള ജനപ്രതിനിധികളുടെ എണ്ണം ചുരുക്കാനുള്ളൊരു തീരുമാനം ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതിൻ്റെ എതിരെ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനോട് പറയായിരുന്നു, കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു റിയാക്ഷൻ വന്നു കഴിഞ്ഞു, ഇപ്പോൾ ഒരു ഇൻറ്ററിം ഓർഡർ വന്നു കഴിഞ്ഞു. ഇനി മുന്നോട്ട് പോയിട്ട് ചില നോംസും ക്രൈറ്റീരിയയും സ്ഥാപിച്ചിട്ട് നിങ്ങളുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കിയിട്ടേ ഈ ഡീലിമിറ്റേഷൻ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ പെട്ടെന്ന് ചെയ്ത് തീരുമാനിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരെയും ശബ്ദം കേട്ടിട്ടുണ്ട് നമ്മളുടെ ജനപ്രതിനിധികളും. എനിക്ക് വേറെ 1-2 കാര്യങ്ങൾ കൂടി മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മനസ്സിലാക്കി ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കണം, നമ്മളുടെ ഈ സമുദായത്തിൻ്റെ വ്യക്തികൾ പലവരും കഷ്ടമനുഭവിക്കുന്നൊരു സമയത്തിൽ അവർക്ക് വേണ്ടി നമ്മളുടെ സർക്കാർ ചെയ്യുന്നത് പോരാ. കോവിഡ് സമയത്ത് തന്നെ ഞാൻ കണ്ടതായിരുന്നു, നമ്മളുടെ മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകിച്ച് കോവിഡിൻ്റെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സമയത്ത് അവരൊക്കെ സമുദ്രത്തിൽ പോയിട്ട് ഫിഷിംഗ് ചെയ്യുന്ന കാലത്തിൽ ആ മീൻ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിനെ വിൽക്കാൻ അവകാശമുണ്ടായിരുന്നില്ല, മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല, ആർക്കും പാതിയിൽ ഇറങ്ങാൻ സമ്മതിച്ചില്ല ഈ സർക്കാർ. ആ നഷ്ടം മുതൽക്ക് 6-7 മാസത്തിൻ്റെ ലോക്ക്ഡൗണിൻ്റെ നഷ്ടം ആരാണ് അതിന് കോമ്പൻസേഷൻ ചെയ്യാൻ ഞാൻ ചോദിച്ച് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും എഴുതി ഒരു ചെറിയൊരു കോമ്പൻസേഷന് കിട്ടിയുള്ളൂ എന്ന് എനിക്കിപ്പോൾ കൂടി അറിയാം. അത് ദുഃഖത്തിൻ്റെ കാര്യം തന്നെയാണ്. കോശി കമ്മീഷൻ്റെ കാര്യത്തിൽ നമ്മൾക്ക് ഒരു ചോദ്യം നേരിട്ട് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഈ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് ഒരിക്കലും പബ്ലിക്കിന് മുമ്പിൽ കൊണ്ടുവന്നിട്ടില്ല? ഈ 284 ശുപാർശകൾ എന്തുകൊണ്ട് നിയമസഭയിൽ ചർച്ച ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല? ഇതെല്ലാറ്റിനും സർക്കാരിന് മറുപടി പറയേണ്ടി വരുന്ന ഒരു സംശയവുമില്ല. ഞാൻ എൻ്റെ ആവം പോലെയുള്ള കഴിവുണ്ട് ഈ വിഷയങ്ങളൊക്കെ ഞാൻ പാർലമെൻറ്റിലും ഓരോരു പബ്ലിക് വേദിയിലും ഏറ്റെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പാർലമെൻറ്റിൽ പല കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട്, എഴുതി കൊടുത്തിട്ടുണ്ട്. മന്ത്രിമാരെ കണ്ടിട്ട് ഞാൻ പറഞ്ഞ പ്രധാനമന്ത്രി അടക്കം നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ശബ്ദം കേൾപ്പിക്കുന്ന മാത്രമല്ല, നിങ്ങളുടെ ദുഃഖവും വിഷമവും മറന്നിട്ടില്ല, ആരും മറക്കാൻ സമ്മതിക്കില്ല എന്നും കൂടി ഞാൻ നിങ്ങൾക്കിന്ന് വാക്ക് തരുന്നു. കഴിഞ്ഞ വർഷം എൻ്റെ MP ഫണ്ട് ഉണ്ടായിരുന്ന എല്ലാ ബാക്കി ഒരു 1.5 കോടി ഞാൻ കടൽഭിത്തിയും പുളിമുട്ടും കെട്ടാൻ പൊഴിയൊടുക്കി കൊടുത്തു. അവരുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ആ 1.5 കോടി തികയില്ല എന്ന് അറിഞ്ഞു. മിനിമം നമ്മൾക്ക് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ തീരദേശത്ത് തന്നെ ഒരു 370 കോടി പ്രോജക്റ്റാണ് വേണ്ടത്. അത് ഉമ്മൻചാണ്ടി സർക്കാർ ബഡ്ജറ്റ് പാസ്സാക്കി ഉൾപ്പെടുത്തി അപ്രൂവ് ചെയ്തതായിരുന്നു. പക്ഷെ അതിനെ ചെയ്യാൻ തയ്യാറാവാത്ത ബുദ്ധിമുട്ട് കൊണ്ടാണ് നിങ്ങൾ ഇപ്പം കൂടി എല്ലാ മഴക്കാലവും എല്ലാ ബുദ്ധിമുട്ടുള്ള സമയത്തും നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നത്. ഒഴിയൂരത്തെ 1.5 കോടിക്ക് വേണ്ടി കെട്ടിയ മതിലുകൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതിൻ്റെ പുറകെയുള്ള ഭൂമി പോയിട്ടില്ല. പക്ഷെ അതിൻ്റെ 2 ഭാഗത്തും സംസ്ഥാന സർക്കാർ മതിൽ കെട്ടാത്ത കാരണം നഷ്ടവും ബുദ്ധിമുട്ടും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഓരോരോ വിഷയത്തിൽ, അത് റോഡ് കണക്ടിവിറ്റി വിഷയം, ഇൻറ്റിഗ്രേറ്റഡ് കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ്, നമ്മുടെ നെറ്റോ പിതാവ് പറഞ്ഞ പോലെ ഒരു ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി ഒക്കെ സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ ഇതിൽ ജനങ്ങളെ കണ്ടിട്ട് ആവശ്യം മനസ്സിലാക്കണം, ജനങ്ങളുടെ അഭിപ്രായം അറിയണമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞാലും അവരെപ്പോഴും കേൾക്കുന്നില്ല.
ഞാൻ പാർലമെന്റിലും പറഞ്ഞിട്ടുണ്ട്, മന്ത്രിമാരോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി നമ്മളുടെ കടലിലെ മക്കളെ, നമ്മളുടെ തീരദേശ നിവാസികളെ സഹായിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ വിധത്തിലും സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ അവരുടെ അഭിപ്രായം കൂടി ചോദിക്കാതെ നിങ്ങളൊരു സ്ട്രാറ്റജി പ്രഖ്യാപിക്കുന്നത് ശരിയല്ല. വെറും ഒരു കടലാസ് ഇറക്കി ഉദ്യോഗസ്ഥന്മാർ എഴുതിയ ഒരു റിപ്പോർട്ട് ഇറക്കിയിട്ടല്ല ഈ രാജ്യത്തിൻ്റെ വികസനം വരാൻ പോണ്. ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കിയിട്ട് മാത്രമേ വികസനം വരുള്ളൂ എന്നാണ് ഞാൻ വീണ്ടും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ഒരിക്കലും കൂടി ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഓരോരോ പ്രതിനിധികളുടെ മനസ്സിലുണ്ടാവുന്നും കൂടി എൻ്റെ വക എന്തായാലും ഞാൻ വാക്ക് തന്നിട്ട് നിങ്ങളെല്ലാവർക്കും ഈ ദിനവും ഈ മാസത്തിൻ്റെയും എല്ലാ ആശംസ പറഞ്ഞിട്ട്, ക്രിസ്മസ് സമയത്ത് ഞാൻ തിരുവനന്തപുരത്തുണ്ടാവും, എൻ്റെ നാട്ടുകാരെ കാണും. പക്ഷേ മറ്റേ ഭാഗത്ത് വന്ന എല്ലാ ഈ ലാറ്റിൻ കാത്തലിക് സമുദായത്തിൻ്റെ എല്ലാ അംഗങ്ങൾക്ക് എൻ്റെ ഒരു മെറി ക്രിസ്മസ് ആശംസയും കൂടി പറഞ്ഞിട്ട്, ഹാപ്പി ന്യൂ ഇയറും കൂടി പറഞ്ഞിട്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.